രാവിലെ എണ്ണ പറ്റിയ ബൈക്കുമായി പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കുന്ന നിങ്ങൾ മീറ്ററിൽ കയറുന്ന ഓരോ പൈസയും അത് നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണ്. 100-നോ 150-നോ എണ്ണയടിച്ച് ചായയും സമൂസയും വിൽക്കാനിറങ്ങുന്ന കൂലിപ്പണിക്ക് പോകുന്ന നമ്മുടെ പോക്കറ്റിൽ നിന്ന് അവശേഷിക്കുന്ന തുട്ടുകൾ കൂടി ദയയില്ലാതെ വലിച്ചു കീറിയെടുക്കാൻ ആരെക്കൊണ്ട് പറ്റും? ഉറപ്പായും അത് ഹൃദയമില്ലാത്ത ഒരു ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ. 80% മാത്രം പെട്രോൾ തന്നിട്ട് 100% വില പിടിച്ചു വാങ്ങുന്ന, 100% നികുതിയും കൂടി അതിനൊപ്പം ഈടാക്കുന്ന കൊള്ളയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. കിട്ടാവുന്നതെല്ലാം നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അന്നം തരുന്ന നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിനകത്തേക്ക് ഉപ്പ് വാരിയിടുന്ന ഹൃദയമില്ലാ ക്രൂരതയെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. ഭരണകൂട ബന്ധുക്കളായ വൻതോക്കുകൾക്ക് തടിച്ചു കൊഴുക്കാൻ സ്വന്തം ജനതയുടെ ജീവിതം റോട്ടിലിട്ട് ഉരയ്ക്കുന്ന ഒരു സർക്കാരിൻ്റെ കൊടും കൊള്ളയെക്കുറിച്ച്. ഏത് മഹാപാതകവും രാജ്യരക്ഷയ്ക്ക്, കർഷക രക്ഷയ്ക്ക് എന്നൊക്കെയുള്ള കള്ളപ്പേപ്പറിൽ പൊതിഞ്ഞു വിൽക്കുന്ന ഒരു ജനദ്രോഹ സർക്കാരിൻ്റെ പുതിയ ക്രൂരതയെക്കുറിച്ച്. സ്വാഗതം നിലപാടിലേക്ക്. E20 എന്നാൽ 80% പെട്രോളും 20% എഥനോളും കലർത്തിയ ഇന്ധനമാണ്. 2030 20% എഥനോൾ ബ്ലെൻഡിംഗ് എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 5 വർഷം മുൻപേ തന്നെ ഈ ലക്ഷ്യം കൈവരിച്ചുവെന്ന് അവകാശപ്പെട്ട് സർക്കാർ 2025 E20 രാജ്യമെമ്പാടും നിർബന്ധമായി നടപ്പിലാക്കി. ഇന്ധന സ്വാശ്രയത്വം, കർഷക ക്ഷേമം, മാലിന്യമില്ലാത്ത അന്തരീക്ഷം എന്നീ വാഗ്ദാനങ്ങളുടെ പുകയിൽ പൊതിഞ്ഞാണ് ഈ നയം അവതരിപ്പിച്ചത്. എന്നാൽ ഈ ധൃതി പിടിച്ച നടപ്പാക്കലിൽ ഒരു ചോദ്യം ചോദിക്കപ്പെടാതെ പോയി. രാജ്യത്തെ കോടിക്കണക്കിന് വണ്ടികൾ ഈ ഇന്ധനത്തിന് അനുയോജ്യമാണോ എന്ന്. 2023 മാർച്ചിന് മുൻപ് നിർമ്മിച്ച ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ E5, E10 എന്നീ കുറഞ്ഞ എഥനോൾ അനുപാതത്തിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടവയാണ്. അവയെ ഒരു ചോയ്സും നൽകാതെ E20യിലേക്ക് എടുത്തെറിഞ്ഞു കൊടുത്തു മോദി ഭരണകൂടം. ഇതാണ് ഈ നയത്തിലെ ഏറ്റവും ക്രൂരമായ വൈരുദ്ധ്യം. 1 ലിറ്റർ E20യിൽ 800 മില്ലി പെട്രോളേ ഉള്ളൂ, 200 മില്ലി എഥനോളാണ്. എന്നാൽ നിങ്ങൾ പണമടയ്ക്കേണ്ടത് 1 ലിറ്റർ പെട്രോളിൻ്റെ പൂർണ്ണ വിലയാണ്. കൂടുതൽ ഗുരുതരമായ കാര്യം, കേന്ദ്ര എക്സൈസ് തീരുവയും സംസ്ഥാന വാറ്റും ഈ മിശ്രിത ഇന്ധനത്തിന് മേലും അതേ അനുപാതത്തിൽ തന്നെ ചുമത്തുന്നു എന്നതാണ്. എഥനോൾ വില കുറഞ്ഞ ഇന്ധനമായി അവതരിപ്പിക്കപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ എഥനോളിൻ്റെ ലിറ്റർ വില 56.71 രൂപ മുതൽ 71 രൂപ വരെയാണ്. അതേസമയം പെട്രോളിൻ്റെ എക്സ് റിഫൈനറി വില വെറും 53 രൂപയും. മുൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം മേധാവി തന്നെ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഓയിൽ കമ്പനികൾക്ക് വില കുറഞ്ഞ പെട്രോളിന് പകരം വില കൂടിയ എഥനോൾ ചേർക്കുന്നത് ലാഭകരമല്ല എന്നിരിക്കെ ആ അധിക ബാധ്യത ഒടുവിൽ ചെന്നെത്തുന്നത് സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്കാണ്. അത് ആർക്കു വേണ്ടിയാണ്? ശുദ്ധമായ പെട്രോൾ വേണോ, മിശ്രിത ഇന്ധനം വേണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലും ഇന്ന് ഒരു ഇന്ത്യൻ പൗരന് ഇല്ല. മിക്ക പമ്പുകളിലും E20 മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് ഉപഭോക്തൃ അവകാശത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. എഥനോളിന് പെട്രോളിനേക്കാൾ ഊർജ്ജ സാന്ദ്രത, അതായത് കലോറിഫിക് വാല്യൂ കുറവാണ് എന്നത് ഒരു ശാസ്ത്ര സത്യമാണ്. ഇത് നിഷേധിക്കാൻ ഒരു ഗഡ്കരിക്കും കഴിയില്ല. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തന്നെ പുതിയ വണ്ടികളിൽ 1 മുതൽ 2% വരെയും പഴയ വണ്ടികളിൽ 6% വരെയും മൈലേജ് കുറയുമെന്ന് സമ്മതിച്ചു. വാഹന നിർമ്മാതാക്കളുടെ സംഘടന തന്നെ 2 മുതൽ 4% വരെ മൈലേജ് കുറവ് അംഗീകരിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് വാഹന ഉടമകൾ 10% വരെ ടാങ്ക് റേഞ്ച് കുറവും പെട്ടെന്നുള്ള ജെർക്കുകളും റിപ്പോർട്ട് ചെയ്യുന്നു. 1 ലിറ്ററിന് 20 കിലോമീറ്റർ ഓടുന്ന വണ്ടിക്ക് 0.5 കിലോമീറ്റർ കുറവ് വരുമെന്നത് ഒരു പ്രമുഖ വാഹന നിർമ്മാതാവിൻ്റെ കണക്കാണ്. ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഇന്ധനവിലയുടെ പൂർണ്ണ ബാധ്യത വഹിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന് മാസാവസാനം ഇത് കാര്യമായ അധിക ചെലവാണ്. എഥനോൾ എന്നാൽ പെട്രോളല്ല, അത് ജലാംശം ആകർഷിക്കുന്ന ഒരു നാശകാരിയായ ഇന്ധനമാണ്. പഴയ വണ്ടികളിലെ റബ്ബർ ഗാസ്കറ്റുകൾ, ഫ്യൂവൽ ലൈനുകൾ, ഇഞ്ചക്ടറുകൾ എന്നിവയെല്ലാം എഥനോൾ മുടിക്കും. 20,000 കിലോമീറ്ററിലധികം ഓടിയ വണ്ടികളിൽ റബ്ബർ ഗാസ്കറ്റുകൾ മാറ്റേണ്ടി വരുമെന്ന് പെട്രോളിയം മന്ത്രാലയം തന്നെ അനൗദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ചെലവാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവർ. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ അധിക അറ്റകുറ്റപ്പണികളുടെ ബാധ്യത ആരാണ് വഹിക്കേണ്ടത്? ഈ ദുരന്തം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചവർക്ക് അതിന് ഒരു ബാധ്യതയുമില്ലേ?
എഞ്ചിൻ കേടാകുന്നുവെന്ന് പരാതിപ്പെടുന്നവരോട് തെളിവ് കൊണ്ടുവരുമെന്ന് വെല്ലുവിളിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. എഥനോളിനെതിരെ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര പെട്രോൾ ലോബിയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു അദ്ദേഹവും ഒപ്പമുള്ളവരും. അതുപിന്നെ ജനമേത് ജീവിത പ്രശ്നം പറഞ്ഞാലും BJP-ക്കാർക്ക് അത് വിദേശ ഗൂഢാലോചനയാണ്. അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നുള്ള ഈ പ്രതികരണം നമുക്ക് വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല. എഥനോൾ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിശദമായ ടെസ്റ്റ് ഡാറ്റ പുറത്തുവിടാൻ സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. ഏറ്റവും അപകടകരമായ കാര്യം, ഒരു വണ്ടി E20ക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് രാജ്യമെമ്പാടും ഈ ഇന്ധനം നിർബന്ധിതമായി വിതരണം ചെയ്യുന്നത് എന്നതാണ്. 2023 മാർച്ചിന് ശേഷം മാത്രമാണ് E20 സർട്ടിഫൈഡ് വണ്ടികൾ വിൽപ്പനയ്ക്ക് വന്നത്. അതിന് മുൻപ് വാങ്ങിയ, ഇന്നും റോട്ടിലോടുന്ന കോടിക്കണക്കിന് കാറുകളും ബൈക്കുകളും ഈ പുതിയ ഇന്ധനത്തിന് വേണ്ടി ഒരു ദിവസം പോലും ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല. 3 വ്യത്യസ്ത ഇന്ധനങ്ങൾ 1 ലക്ഷത്തിലധികം പമ്പുകളിൽ വിതരണം ചെയ്യുന്നത് പ്രായോഗികമല്ല എന്ന ന്യായം പറഞ്ഞ് പഴയ ഇന്ധനം ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇവിടെ പ്രായോഗികത എന്ന ഒറ്റ വാക്കിന് വേണ്ടി ലക്ഷക്കണക്കിന് വാഹന ഉടമകളുടെ താൽപ്പര്യം സർക്കാർ ബലി കൊടുത്തു. ഇൻഷുറൻസ് വാറണ്ടി ക്ലെയിമുകൾ E20 കാരണം നിരസിക്കപ്പെടില്ല എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഈ ഉറപ്പ് എത്രത്തോളം പ്രായോഗികമാണ്? ഇതിനകം തന്നെ പലയിടത്തും കമ്പനികൾ വാറണ്ടി ക്ലെയിമുകൾ നിഷേധിച്ചു കഴിഞ്ഞു. എഥനോൾ ബ്ലെൻഡിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 125 രൂപ വരെ ഉയരുമായിരുന്നുവെന്നും ക്രൂഡ് ഓയിൽ വില ബാരലിന് $135 ഉയർന്നപ്പോൾ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എഥനോൾ കാരണമാണെന്നും പെട്രോളിയം മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ട്. അത് സമ്മതിച്ചാൽ തന്നെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ക്രൂഡ് ഓയിൽ വില ആഗോള വിപണിയിൽ കുറയുമ്പോൾ ആ ആനുകൂല്യം ജനങ്ങൾക്ക് കൈമാറാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ക്രൂഡ് വില കുറയുമ്പോൾ പോലും എണ്ണ കമ്പനികൾ ലാഭം ഇരട്ടിയാക്കുകയാണെന്നും അതിന് പെട്രോളിയം മന്ത്രാലയം കൂട്ടുനിൽക്കുകയാണെന്നും നമുക്കറിയാം. എഥനോൾ കലർത്തിയ പെട്രോൾ പ്രത്യേക ടാങ്കറുകളിൽ കൊണ്ടുവരേണ്ടി വരുന്നത് അടിസ്ഥാന ചെലവ് വർദ്ധിപ്പിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് വില കുറച്ചു എന്ന അവകാശവാദം ഒരു സാങ്കല്പിക താരതമ്യമാണ്. യഥാർത്ഥത്തിൽ 1 രൂപ പോലും ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. നികുതി ഘടനയിൽ ഒരു മാറ്റവും വരുത്താതെ ദേശസ്നേഹം, ഇന്ധന സ്വാശ്രയത്വം എന്നീ വൈകാരിക വാക്കുകൾ ഉപയോഗിച്ച് ജനത്തെ വഞ്ചിച്ച് നിശബ്ദരാക്കാനുള്ള ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. 2014-15 മുതൽ 2025 ഒക്ടോബർ വരെ എഥനോൾ വിതരണത്തിലൂടെ കർഷകർക്ക് 1.36 ലക്ഷം കോടി രൂപ കിട്ടിയെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ ഈ കണക്കിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം സൂക്ഷ്മമായി പരിശോധിക്കണം. എഥനോൾ ഉൽപ്പാദനത്തിൻ്റെ സിംഹഭാഗവും കൈയാളുന്നത് വൻകിട പഞ്ചസാര മില്ലുകളും ധാന്യാധിഷ്ഠിത ഡിസ്റ്റിലറികളുമാണ്. ചെറുകിട ഇടത്തരം കർഷകർക്ക് ലഭിക്കുന്നത് അവരുടെ വിളവിന് അതേ പഴയ താങ്ങുവിലയോ ചിലപ്പോൾ അതിലും കുറഞ്ഞ വിലയോ ആണ്. ലാഭത്തിൻ്റെ വലിയ പങ്കും പിടിച്ചെടുക്കുന്നത് ഇടനിലക്കാരായ കോർപ്പറേറ്റ് മില്ലുകളാണ്. 2018 മരം, ജൈവ മാലിന്യം എന്നിവയിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന 5 പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 7 വർഷത്തിനിപ്പുറവും ആ വാഗ്ദാനം ഒരു തുള്ളി പോലും യാഥാർത്ഥ്യമായില്ല. ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിൽ 56% പഞ്ചസാരയിൽ നിന്നും ബാക്കി ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നുമാണ്. അതായത് മാലിന്യത്തിൽ നിന്ന് ഊർജം എന്ന മോഹന വാഗ്ദാനം യഥാർത്ഥത്തിൽ കാർഷിക വിഭവങ്ങളെ വൻകിട വ്യവസായങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന ഒരു പദ്ധതിയായി മാറി. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഇത് എന്തു ഭീഷണി ഉയർത്തുന്നു എന്നതുപോലും ഗൗരവതരമായി നാം ഇനിയും ചർച്ച ചെയ്തിട്ടില്ല. ഈ നയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നിഖിൽ ഗഡ്കരി നടത്തുന്ന സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വരുമാനം 2024 ജൂണിൽ വെറും 17-18 കോടി രൂപയായിരുന്നത് ഒരു വർഷത്തിനുള്ളിൽ 523 കോടിയായും 2026ഓടെ 1200 കോടി രൂപയായും കുതിച്ചു കയറി. ഓഹരി വിലയാകട്ടെ 2025 ജനുവരിയിൽ 37.45 രൂപയിൽ നിന്ന് 638 രൂപയിലേക്ക് 2100% ഉയർന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ സാരംഗ് ഗഡ്കരി ഡയറക്ടറായ മാനസ് അഗ്രോ ഇൻഡസ്ട്രീസും എഥനോൾ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പിതാവ് നയമുണ്ടാക്കുന്നു, മക്കൾ അതിൽ നിന്ന് ലാഭം കൊയ്യുന്നുവെന്ന് ആരോപണം അത് വെറുമൊരു വാചാടോപമല്ല. ഈ കണക്കുകൾ തന്നെ ചില വസ്തുതകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നു. ലോക്പാൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടും ഒരു സ്വതന്ത്ര അന്വേഷണം ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. തൻ്റെ കുടുംബത്തിൻ്റെ കമ്പനികൾ എഥനോൾ നയത്തിന് മുൻപേ സ്ഥാപിക്കപ്പെട്ടതാണെന്നും എഥനോൾ ഉൽപ്പാദനം രാജ്യത്തിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 0.5% താഴെയാണെന്നും ഒരു കരാറും തൻ്റെ മന്ത്രാലയമല്ല തീരുമാനിക്കുന്നതെന്നും ഗഡ്കരി തന്നെ വിശദീകരിക്കുന്നു. എന്നാൽ കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ എഥനോൾ വരുമാനത്തിൻ്റെ വ്യക്തമായ കണക്കില്ലെന്നും
ബാലൻസ് ഷീറ്റുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും സ്വതന്ത്ര സാമ്പത്തിക വിശകലന സ്ഥാപനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നതും വിസ്മരിക്കരുത്. E20 ഒരൊറ്റപ്പെട്ട കേസല്ല. രാജ്യ പുരോഗതി, കർഷകക്ഷേമം, ആത്മനിർഭർ എന്നീ ഉദാത്ത മുദ്രാവാക്യങ്ങളുടെ പിറകിൽ ഭരണകൂടത്തിൻ്റെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ട കോർപ്പറേറ്റുകൾക്കും ലാഭമൊരുക്കുന്ന ഒരു ആവർത്തിക്കുന്ന മാതൃക പാറ്റേൺ കാണാം. 2019 കോർപ്പറേറ്റ് നികുതി ഇളവ് ആയിരക്കണക്കിന് കോടി രൂപ ട്രഷറിക്ക് നഷ്ടം വരുത്തിയപ്പോൾ അതിൻ്റെ ഗുണം സാധാരണക്കാരിലേക്ക് എത്തിയില്ല. 2020 3 കാർഷിക നിയമങ്ങൾ പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ പാസാക്കി. പ്രക്ഷോഭത്തിനൊടുവിലാണ് അത് പിൻവലിച്ചത്. അതും വൻകിട അഗ്രി ബിസിനസ്സുകൾക്ക് ഗുണകരമാകുന്ന വ്യവസ്ഥകളായിരുന്നു. വനനിയമ ഭേദഗതി, സ്ഥലമേറ്റെടുപ്പ് ചട്ടങ്ങളിലെ അയവുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കൽ, ഇവയെല്ലാം വികസനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ടുവെങ്കിലും ഗുണഭോക്താക്കൾ ഭൂരിഭാഗവും തെരഞ്ഞെടുക്കപ്പെട്ട ചില വൻകിട ബിസിനസ് ഗ്രൂപ്പുകളാണ് എന്നത് യാദൃച്ഛികമല്ല. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, മതിയായ പാർലമെന്ററി പരിശോധനയില്ലാത്ത നടപ്പിലാക്കൽ, ഇതെല്ലാം ഒരേ പാറ്റേണിൽ ആവർത്തിക്കുന്നു. 2016 നോട്ട് നിരോധനം രാത്രി 8 മണിക്ക് പ്രഖ്യാപിക്കപ്പെട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള മുന്നൊരുക്കമില്ലാത്ത നടപ്പിലാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളും ദിവസക്കൂലിക്കാരും ദുരിതക്കയത്തിലായിപ്പോയി. 2020 കോവിഡ് ലോക്ക്ഡൗൺ 4 മണിക്കൂർ മുന്നറിയിപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ തെരുവുകളിലൂടെ ചെരുപ്പ് പോലുമില്ലാതെ അലഞ്ഞു. ഇതേ ധൃതിയും ചർച്ചയില്ലായ്മയും തന്നെയാണ് E20 കാര്യത്തിലും കാണുന്നത്. വാഹന ഉടമകളുടെ അഭിപ്രായം കേൾക്കാതെ, വാഹന നിർമ്മാതാക്കളുമായി പോലും വേണ്ടത്ര കൂടിയാലോചന നടത്താതെ, ലക്ഷ്യം 5 വർഷം മുൻപേ കൈവരിച്ചു എന്ന അഭിമാന പ്രഖ്യാപനത്തിനായി രാജ്യമെമ്പാടും ഒരു ഇന്ധനം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. നയരൂപീകരണത്തിൽ സുതാര്യതയും ജനാഭിപ്രായ പരിശോധനയുമില്ലാതെ കോടിക്കണക്കിന് മനുഷ്യരുടെ നിത്യജീവിത ഉപാധികൾക്കുമേൽ തീ കോരിയിടുന്നു മോദി സർക്കാർ. എല്ലാം രാജ്യത്തിന് വേണ്ടിയാണെന്ന് BJP പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കി: ആരാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ഉടമ? പെട്രോൾ പമ്പിൽ ക്യൂ നിന്ന് കിതച്ചുകൊണ്ട് ബില്ല് നൽകുന്ന ആ സാധാരണക്കാരനോ, അതോ നയങ്ങളുടെ നിഴലിൽ കോടികൾ വാരിക്കൂട്ടുന്ന ചുരുക്കം ചിലരോ? 1 ലിറ്റർ ഇന്ധനത്തിലെ 20% എഥനോൾ ചെറിയ കണക്കായി തോന്നാം, പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ ഒരു അനീതിയാണ്. തെരഞ്ഞെടുക്കാനുള്ള അവകാശമില്ലാതാക്കിയ, വണ്ടി കേടാക്കുന്ന, മൈലേജ് കുറയ്ക്കുന്ന, എന്നിട്ടും 1 രൂപ പോലും കുറച്ചു തരാത്ത ഒരു അന്യായ നയത്തിൻ്റെ അനീതിയുടെ ചിത്രം. രാജ്യ പുരോഗതി എന്ന വാക്ക് ഇനിയും ഒരു സാധാരണക്കാരൻ്റെ ചെലവിലുള്ള കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ മറപറ്റാൻ ഉപയോഗിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കാതെ, കണക്കുകൾ ആവശ്യപ്പെടാതെ മൗനമായി ടാങ്ക് നിറയ്ക്കുന്ന ഓരോ ദിവസവും ഈ അനീതിക്ക് നാം കൂടുതൽ വില കൊടുക്കേണ്ടി വരികയാണ്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.